നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ IT ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IT ഇൻഡസ്ട്രി ത്രെഡ്സ്, ഒരു IT ഇൻഡസ്ട്രിയിൽ വരുന്ന ത്രെഡ്സ് ഏതൊക്കെയാണെന്നാണ്. ഇപ്പോൾ നമ്മുടെ ഈ മോഡേൺ ടെക്നോളജീസിൽ നമ്മളെന്താണ് ഇൻ്റർനെറ്റുമായിട്ട് ബിസിനസ്സിനും അതുപോലെ തന്നെ എന്ത് ഓപ്പറേഷനുമായിട്ടും കോൺസ്റ്റൻറ്റ് കണക്ഷനുണ്ട്. സോ ബ്ലാക്ക് മാർക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ബ്ലാക്ക് മാർക്കറ്റ് പോലെയുള്ള എല്ലാ മാർക്കറ്റ്സിനും അതുപോലെ തന്നെ എല്ലാ ബിസിനസ്സിനും എന്താണ് നേരത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എന്താണ് ഇൻ്റർനെറ്റുമായിട്ട് കോൺസ്റ്റൻറ്റ് കണക്ഷൻ വരുന്നുണ്ട്. സോ സൈബർ ക്രിമിനൽസ് എന്താ നമ്മുടെ ഹാക്കേഴ്സ് പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ സൈബർ, അതായത് ഒരു ഒതൻറ്റിക്കേഷൻ ഒരു അപ്രൂവൽ ഇല്ലാതെ നമ്മുടെ ഡേറ്റേനെ നമ്മളറിയാതെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ, അതാണ് സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈബർ ക്രിമിനൽസ് നമ്മുടെ സെൻസിറ്റീവ് നെറ്റ്വർക്ക് ഏതാണ് നമ്മുടെ സെൻസിറ്റീവ് നെറ്റ്വർക്ക്, ഇനിയിപ്പോൾ ഡേറ്റാസ് പാസ് ചെയ്യുന്നതിൽ സെൻസിറ്റീവ് നെറ്റ്വർക്ക്സിനെ ഇവരെന്താണ് ഡിസ്കവർ ചെയ്തുകൊണ്ട് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇവർ കോൺസ്റ്റൻ്റ്ലി ഇത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് ഡേറ്റേനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ചലഞ്ചാണ്. അത് ഒരു ചാലഞ്ച് തന്നെയാണ് പ്രൊട്ടക്റ്റിംഗ് ബിസിനസ് ഡേറ്റ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ എന്തിനാണ് ഈ സൈബർ ക്രിമിനൽസ് നമ്മുടെ ഡേറ്റാനെ ആക്സസ് ചെയ്യുന്നത്? അതൊരു തെറ്റാണ്. പക്ഷേ എങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവർ ഹാക്ക് ചെയ്തിട്ട് അത് വേറൊരാൾക്ക് കൈമാറും, അവരുടെ കോമ്പറ്റീറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എൻറ്റയർ പ്രിവിലേജ് അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി തന്നെ അവിടെ നഷ്ടപ്പെട്ടു പോകും. സോ ഇവർ ഡിമാൻഡ് ചെയ്യുന്നൊരു ക്യാഷ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടി വരും. സോ ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ വീക്കർ നെറ്റ്വർക്ക്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്നും ഡേറ്റാസ് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങനെയാണ് സൈബർ ക്രിമിനൽസ് പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോമൺ ത്രെഡ്സ് ഏതൊക്കെയാണെന്നാണ്. അതിൽ വരുന്നതാണ് ടെക്നോളജി വിത്ത് വീക്ക് സെക്യൂരിറ്റി, സോഷ്യൽ മീഡിയ അറ്റാക്സ്, മൊബൈൽ malware, third party entry, neglecting paper configuration, outdated security software, then social engineering, lack of encryption, corporate data or personal devices, inadequate security technology അടുത്ത ടോപ്പിക്കാണ്. അത് സ്ലൈഡിൽ ഒറ്റ ടേമായി പോയതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എന്താണ്? ടെക്നോളജി വിത്ത് വീക്ക് സെക്യൂരിറ്റി. ഓരോ ദിവസവും ഓരോ ടെക്നോളജീസ് റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ എല്ലാ ടെക്നോളജീസും തന്നെ ഇൻ്റർനെറ്റുമായിട്ട് ആക്സസ് വരുന്ന ടെക്നോളജീസും ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആക്സസ് വരുമ്പോഴത്തേക്കും ഒരുപാട് ടെക്നോളജീസ് ദിവസവും വരുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ ടെക്നോളജീസും നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ ടെക്നോളജി വരുന്നു, അതിന് നമ്മൾ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മളത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് ചിലപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യേണ്ട ടെക്നോളജി ആയിരിക്കാം, ബട്ട് നമ്മളതിനെക്കുറിച്ച് ബോധേഡ് ആവുന്നില്ല. അത് തന്നെയാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. സെക്യൂരിറ്റി എല്ലാ ടെക്നോളജീസും സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നില്ല. ഇതൊരു സീരിയസ് റിസ്ക് തന്നെയാണ്. ഓരോ അൺസെക്യൂർഡ് കണക്ഷനും ഒരു വൾണറബിലിറ്റി ഉണ്ടായിരിക്കും. ഓരോ അൺസെക്യൂർഡ് കണക്ഷൻ വരുമ്പോഴും അവിടെ ഹാക്കിങ്ങിനുള്ള, ഇപ്പം നമ്മളൊരു അൺസെക്യൂർഡ് ആയിട്ടുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഹാക്കർ ശ്രമിക്കുവാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ ശ്രദ്ധിക്കുക. ആ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസും അയാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ടെക്നോളജി വിത്ത് വീക്ക് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാത്ത ഒരുപാട് ടെക്നോളജീസ് ദിവസവും ചെയ്യുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സോഷ്യൽ മീഡിയ അറ്റാക്സ് എന്ന് പറയുമ്പോൾ സൈബർ ക്രിമിനൽസ് ആർ ഇൻഫ്ലുവൻസിങ് സോഷ്യൽ മീഡിയ. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയനെ തന്നെയാണ് ഈ സൈബർ ക്രിമിനൽസ് ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് അവരുടെ അറ്റാക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയമായിട്ട് ഇവർ സോഷ്യൽ മീഡിയനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ സോഷ്യൽ മീഡിയനെ യൂസ് ചെയ്തിട്ട് അവരവരുടെ കോംപ്ലക്സ് ജിയോഗ്രഫിക്കൽ അറ്റാക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഈ സോഷ്യൽ മീഡിയയിലേക്ക്. സോ ഇതിനെയാണ് നമ്മൾ വാട്ടർ ഹോളിംഗ് എന്ന് പറയുന്നത്. എന്താണ് വാട്ടർ ഹോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഏതൊക്കെ സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതൊക്കെ സോഷ്യൽ മീഡിയാസാണ്. ഈ സോഷ്യൽ മീഡിയനെ ഒരു മീഡിയമായിട്ട് യൂസ് ചെയ്തിട്ട് അറ്റാക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. കോംപ്ലക്സ് ജിയോഗ്രഫിക്കൽ അറ്റാക്കിനെ ഈ സൈബർ ക്രിമിനൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിനെയാണ് വാട്ടർ ഹോളിംഗ് എന്ന് പറയുന്നത്. ആദ്യം ഈ അറ്റാക്കേഴ്സ്
ഒരു വെബ്സൈറ്റിനെ ഏത് വെബ്സൈറ്റിനെയാണോ ഇൻഫെക്റ്റ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ഒരു ടാർഗറ്റഡ് ഓർഗനൈസേഷൻ വിസിറ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ആ വെബ്സൈറ്റിനെ അവർ ഇൻഫെക്റ്റ് ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്തിട്ട്. അങ്ങനെയാണ് ഇവർ ഈ ഓപ്പറേഷൻ സോഷ്യൽ മീഡിയ വഴി പെർഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് മൊബൈൽ മാൽവെയർ. മൊബൈൽ മാൽവെയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഡിവൈസസ് ഉണ്ട്. ഈ മൊബൈൽ ഡിവൈസസ് എല്ലാം എന്താണ്, ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡുമാണ്. സോ ഇവിടെ എന്താണ്, സെക്യൂരിറ്റി നമുക്ക് ലാക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പം നമ്മൾ അൺബ്രേക്കബിളായിട്ട് നമുക്ക് സെൽഫോൺസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കുക. അപ്പം ഈ സെൽഫോൺസിൻ്റെ യൂസ് സൈബർ ക്രിമിനൽസ് ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ത്രെട്ട്, ഒരു കാറ്റസ്ട്രോഫിക് ത്രെട്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സെൽഫോൺസ് മൊബൈൽ മാൽവെയർസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, കാരണം മൊബൈൽ ഫോൺസ് എല്ലാം തന്നെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് തേർഡ് പാർട്ടി എൻഡർ എന്ന് പറയുന്നത്. സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത് സൈബർ ക്രിമിനൽസ് മെയിൻലി അവർക്ക് ഏറ്റവും റെസിസ്റ്റൻസ്, ഏത് നെറ്റ്വർക്കിൽ കയറിയാലാണോ അവർക്ക് ഏറ്റവും റെസിസ്റ്റൻസ് കുറവ് വേണ്ടി വരുന്നത് ആ നെറ്റ്വർക്കിനെ ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു തേർഡ് പാർട്ടി എൻട്രി പോയിൻ്റാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അവർക്കിതുകൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പം HVAC ഇൻവെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ റീറ്റെയിലറാണ്. ഈ ഗ്ലോബൽ റീറ്റെയിലറിന് ഇവർക്ക് ഒരുപാട് ക്രിഡൻഷ്യൽസ് ഉണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ്, അവരുടെ ഒരുപാട് കോൺട്രാക്റ്റുകളെക്കുറിച്ചുള്ള ക്രിഡൻഷ്യൽസ് ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പം ഒരു സൈബർ ക്രിമിനൽ ഇതിനെ സ്റ്റോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ മോഷ്ടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 70 മില്യൺ കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസാണ്, 70 മില്യണോളം വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസാണ് ഇവർ മോഷ്ടിക്കുന്നത്. ഇങ്ങനെ മോഷ്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് അവരുടെ ക്രെഡിബിലിറ്റിനെ തന്നെ അത് ഫേസ് ചെയ്യും, അത് അഫക്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് നെഗ്ലക്റ്റിംഗ് പ്രോപ്പർ കോൺഫിഗറേഷൻ. അതായത് നമ്മുടെ ഇപ്പോൾ ഒരുപാട് ബിഗ് ഡാറ്റ ടൂൾസ് ഉണ്ട്. ബിഗ് ഡാറ്റ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, കമ്പനീസ്, ഓർഗനൈസേഷൻസും കമ്പനീസും ഒക്കെ പ്രോപ്പർ കോൺഫിഗറേഷൻ, സെക്യൂരിറ്റി സെറ്റിങ്സിലുള്ള പ്രോപ്പറായിട്ടുള്ള കോൺഫിഗറേഷൻ എന്ത് ചെയ്യുന്നില്ല, ഇവർ നടത്തുന്നില്ല. ബിഗ് ഡാറ്റ ടൂൾസ് യൂസ് ചെയ്തിട്ട് ബിഗ് ഡാറ്റ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷന് അവരുടെ നീഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കമ്പനീസ് ഈ സെക്യൂരിറ്റി സെറ്റിങ്സിനെ ഒക്കെ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇവർ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് ടൈംസിൽ റീസെൻ്റ്ലി എന്താണ് ഒരു ഡേറ്റ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഡേറ്റയുടെ മോഷണത്തിന് ഒരു ഇടയുണ്ടായി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റി കോൺഫിഗറേഷനിൽ മെയിൻലി പെർഫോം ചെയ്യേണ്ട ഒരു കോൺഫിഗറേഷനും ക്രിട്ടിക്കൽ ഫങ്ഷനാലിറ്റീസിലും ഒന്നും തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെവറൽ ക്രിട്ടിക്കൽ ഫങ്ഷനാലിറ്റീസിൽ ഒരെണ്ണം മാത്രമായിരുന്നു അവർ ഫുള്ളി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഡേറ്റ ബ്രീച്ച് അവിടെ ഉണ്ടായി. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഔട്ട്ഡേറ്റഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ. ഔട്ട്ഡേറ്റഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാവരുടെ കയ്യിലും സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. അപ്പം നമുക്കിങ്ങനെ വരും, യുവർ വേർഷൻ ഹാസ് ടു ബി അപ്ഡേറ്റഡ്, നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഔട്ട്ഡേറ്റഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ടെക്നോളജിയിൽ നമ്മൾ എന്താണ് ബിഗ് ഡേറ്റാനെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കാൻ, നമ്മുടെ ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ എന്നുള്ള മീനിങ് തന്നെയുള്ളൂ. ഈ ബിഗ് ഡേറ്റാനെ നമുക്ക് സെക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മുടെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതൊരു മാൻഡേറ്ററി, അതൊരു ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കുന്ന കാര്യമാണ് നമ്മുടെ സോഫ്റ്റ്വെയറിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പോൾ
ഒരു സോഫ്റ്റ്വെയർ വരുന്നത് ഇപ്പം കറൻ്റ്ലി ഉള്ള ഒരു ത്രെഡിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ടെക്നോളജീസ് ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇപ്പം നമുക്കുള്ളത്. സോ ഇപ്പം വേറെ ത്രെഡ് വരുമ്പോഴത്തേക്കും അതിനെ ഈ സോഫ്റ്റ്വെയറിനെ എന്ത് ചെയ്യും, ഡെവലപ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് ആ ത്രെഡിനെ, പിന്നെ വരുന്ന ത്രെഡിനെ എന്ത് ചെയ്യണം, ഈ സോഫ്റ്റ്വെയർ ഡിഫെൻഡ് ചെയ്യണം, പ്രതിരോധിക്കണം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആക്കുന്നതിനെയാണ് ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പം പുതിയ ത്രെഡ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, ആ ത്രെഡ്സിനെ എല്ലാം എന്ത് ചെയ്യണം, പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയണം. അങ്ങനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്നത്. സോ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ത്രെഡ് നമ്മുടെ സോഫ്റ്റ്വെയർ, ആ ഔട്ട്ഡേറ്റഡ് വേർഷൻ, ഇപ്പോൾ നമ്മളത് അപ്ഡേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനെ നമ്മളൊരു ഔട്ട്ഡേറ്റഡ് വേർഷനായിട്ട് കൺസിഡർ ചെയ്യും. സോ അങ്ങനെ ഔട്ട്ഡേറ്റഡ് വേർഷനിൽ സോഫ്റ്റ്വെയർ ആ ഔട്ട്ഡേറ്റഡ് വേർഷനിൽ എന്തെങ്കിലും അറ്റാക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അൺഡിറ്റക്റ്റഡ്, അത് കണ്ടുപിടിക്കാതെ അവിടെ തന്നെ കിടന്ന് മൊത്തം വൈറസും കയറി അങ്ങനെ നശിച്ചു പോകും. അതാണ് ഔട്ട്ഡേറ്റഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സോഷ്യൽ എൻജിനീയറിങ്. സോഷ്യൽ എൻജിനീയറിംഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈബർ ക്രിമിനൽസിനറിയാം എങ്ങനെയാണ് ടെക്നിക്സ് ഇൻട്രൂഷൻ ചെയ്യേണ്ടതെന്ന്. അതായത് ടെക്നിക്സ് എങ്ങനെയാണ് ഒരു ഷെൽഫ് ലൈഫിലോട്ട് കയറ്റി വിടേണ്ടതെന്ന്, എങ്ങനെയാണ് അത് കുത്തേണ്ടത്, ഒരു ഇഞ്ചക്ഷൻ എങ്ങനെയാണ് ഒരു ത്രെഡിനെ ഇഞ്ചക്റ്റ് ചെയ്ത് വിടേണ്ടത്, എങ്ങനെയാണ് അതിനെ കയറ്റി വിടേണ്ടത് എന്ന് ഉള്ള ഇൻഫർമേഷൻസ് ഒരു സൈബർ ക്രിമിനലിന് അറിയാം. അതിന് വേണ്ടിയിട്ട് അവർ നോൺ ടെക്നിക്കൽ മെത്തേഡ്സ്, അതായത് സോഷ്യൽ എൻജിനീയറിങ് പോലെയുള്ള നോൺ ടെക്നിക്കൽ മെത്തേഡ്സും സോഷ്യൽ എൻജിനീയറിങ് എന്താണ്, ഒരു ടെക്നിക്കൽ മെത്തേഡല്ല. സോ ഇതുപോലുള്ള സോഷ്യൽ എൻജിനീയറിങ് മെത്തേഡ്സും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻസും പെർഫോം ചെയ്തിട്ട് അവർക്ക് നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റേനെ ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഇൻട്രൂഷൻസ് എന്ന് പറയുന്നത് ഇൻട്രൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ അറ്റാക്ക് പെർഫോം ചെയ്യുന്നതിനെയാണ് ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോമിലുള്ള ഇൻട്രൂഷൻസ് എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിളാണ്, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതായത് നോൺ ടെക്നിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. സോഷ്യൽ എൻജിനീയറിങ്ങും ഒരു ത്രെട്ടാണ്. അതായത് നോൺ ടെക്നിക്കൽ മെത്തേഡ്സ് പോലെ സോഷ്യൽ എൻജിനീയറിങ് പോലെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അവർ സോഷ്യൽ ഇൻട്രാക്ഷനും സൈക്കോളജിക്കൽ മാനിപ്പുലേഷനും ഒക്കെ പെർഫോം ചെയ്ത് ഇവരെന്ത് ചെയ്യും, നമ്മുടെ ഡേറ്റേനെ ആക്സസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്ക് അവർക്ക് ഹാക്കിങ് പെർഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് ലാക്ക് ഓഫ് എൻക്രിപ്ഷൻ. നെക്സ്റ്റ് ത്രെട്ടാണ്. അതായത് സെൻസിറ്റീവ് ഡേറ്റാനെ നമ്മളെന്താണ് ഇൻഡസ്ട്രിയിൽ ട്രാൻസിസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ സെൻസിറ്റീവ് ഡേറ്റ അതുപോലെ തന്നെ സെൻസിറ്റീവായിട്ടുള്ള ബിസിനസ് ഡേറ്റേനെ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ എപ്പോഴും അതായത് സെൻസിറ്റീവ് ഡേറ്റാനെയാണല്ലോ ഈ ഹാക്കേഴ്സ് മെയിൻലി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ സൈബർ ക്രിമിനൽസ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ദെൻ ഇവർക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഡേറ്റാസാണ് ഏറ്റവും കൂടുതൽ ലോസ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളതും. അതുകൊണ്ടാണ് ഹിപ്പ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോബബിലിറ്റി അക്കൗണ്ട്. അതായത് മെഡിക്കൽ ഇൻഫർമേഷൻസിനെ സേഫ് ഗാർഡ് ചെയ്യുന്നതിൻ്റെ സെക്യൂരിറ്റി പ്രൊവിഷൻസ്, മെഡിക്കൽ ഇൻഫർമേഷൻസിനെ സേഫ് ഗാർഡ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ഇൻഷുറൻസ് ആക്റ്റാണ് ഹിപ്പ എന്ന് പറയുന്നത്. ഹിപ്പയുടെ ഫുൾ ഫോം ഹെൽത്ത് ഇൻഷുറൻസ് പ്രോബബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് ഓഫ് 1996 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഹിപ്പ പറയുന്നത് എല്ലാ കമ്പ്യൂട്ടേഴ്സിനും എൻക്രിപ്ഷൻ ആവശ്യമാണ് എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡേറ്റേനെ നമ്മളെന്താണ് വേറൊരു ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്തിട്ട് ഡേറ്റാനെ നെറ്റ്വർക്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ, ഒരു സെൻഡറിനും ഒരു റിസീവറിനും മാത്രമേ ആ ഡേറ്റ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറകിൽ വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡേറ്റയിൽ നമ്മളൊരു പ്രൈവറ്റ് കീയും ഒരു പ്രൈവറ്റ് കീ പ്ലേസ് ചെയ്യും.
അങ്ങനെ ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഒരു സെൻഡറിനും റിസീവറിനും ഒരു സെൻഡറിനും ആ സ്പെസിഫിക് റിസീവറിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളായിരിക്കും. എൻക്രിപ്ഷൻ ഇടയ്ക്ക് വെച്ചൊരാൾ അതിനെ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഈ സെൻഡറും റിസീവറും അല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരാൾ അതിനെ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു എൻക്രിപ്റ്റഡ്, അതായത് മാറിയ ടെക്സ്റ്റായിട്ടായിരിക്കും കിടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആ കീ ഇല്ലാതെ ഒരാൾക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത് എൻക്രിപ്ഷൻ ഇല്ലാത്തത്. അത് എൻക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സെക്യൂരിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ കോർപ്പറേറ്റ് ഡേറ്റ ഓൺ പേഴ്സണൽ ഡിവൈസസ്. കോർപ്പറേറ്റ് ഡേറ്റ ഓൺ പേഴ്സണൽ ഡിവൈസസ് ആണ് നെക്സ്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ ഒരു കോർപ്പറേറ്റ് ഫോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഫിഡൻഷ്യൽ ഡേറ്റ എന്താണ്, പേഴ്സണൽ ഡിവൈസസിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഓർഗനൈസേഷൻ അവരുടെ കോർപ്പറേറ്റ് ഫോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒരു കോർപ്പറേറ്റ് ഫോൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ പേഴ്സണൽ ഫോണിൽ നിന്ന് നമുക്ക് ഫോണിൽ നിന്ന് കോൺഫിഡൻഷ്യൽ ഡേറ്റ എന്താണ്, ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് മൊബൈൽ മാനേജ്മെൻറ്റ് ടൂൾസിന് ഫങ്ഷനാലിറ്റി കുറവാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓർഗനൈസേഷൻസ് അതിൻ്റെ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസിന് എന്ത് ചെയ്യുന്നില്ല, ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതായത് മൊബൈൽ മാനേജ്മെൻറ്റ് ടൂൾസിന് ലിമിറ്റുണ്ട് അവരുടെ ഫങ്ഷനാലിറ്റീസിൽ. ആ ലിമിറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ ആ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസിന് എവിടെയൊക്കെയാണ് അവർക്ക് സെക്യൂരിറ്റീസിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഓർഗനൈസേഷനും എന്തില്ല, അവർക്കൊരു കൺസെഷൻ അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് ത്രെഡാണ് ഇന്നാഡിക്വേറ്റ് സെക്യൂരിറ്റി ടെക്നോളജി. ഇന്നാഡിക്വേറ്റ് സെക്യൂരിറ്റി ടെക്നോളജി 10ാമത്തെയാണ്, 10th ത്രെഡാണ്. അതെന്താണ്, ഇവിടെ ഒറ്റ ലൈനായി പോയിട്ടുണ്ട് സ്ലൈഡിൽ, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഇന്നാഡിക്വേറ്റ് സെക്യൂരിറ്റി ടെക്നോളജിയാണ് നെക്സ്റ്റ് ത്രെഡ്. അതായത് ഒരു നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റിനെ മോണിറ്റർ ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ എൻ്റർപ്രൈസ് സ്പേസിലെ പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഈ സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റിനെ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യാനായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ആ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഇൻട്രൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അറ്റാക്ക് ആ നെറ്റ്വർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു അലേർട്ട് കൊടുക്കും. ഒരു നോട്ടിഫിക്കേഷൻ പോലെ ഒരു അലേർട്ട് കൊടുക്കും, ഒരു സിഗ്നൽ കൊടുക്കും. ഇങ്ങനെ ഒരു ത്രെഡ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കും. ടെക്നോളജീസിൽ മാത്രം ഇങ്ങനെ നോക്കുന്ന കമ്പനീസ് എന്ന് പറയുന്നത് അവരുടെ അതായത് ടെക്നോളജി മാത്രം നോക്കിക്കൊണ്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരാൾക്ക് ഒരു വെൽ ഡിഫൈൻഡ് മാനേജ്ഡ് ടൂളാണ്. ഇതൊരു മാനേജ്മെൻറ്റ് ടൂളാണെന്നാണ് പറയുന്നത്. ദെൻ ഇന്നാഡിക്വേറ്റ് സെക്യൂരിറ്റി ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻട്രൂഷൻ അറ്റംപ്റ്റ്സ്, അതായത് അറ്റാക്കിംഗ് അറ്റംപ്റ്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു അലേർട്ട് സെൻഡ് ചെയ്യുന്നു. പക്ഷേ എങ്കിൽ ഈ അലേർട്ടെന്ന് പറയുന്നത്, ഈ അലേർട്ട് കൊടുക്കുന്ന സമയത്ത് ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനെ മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ, അത് നോക്കാനുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് വാല്യുബിൾ ആവുന്നുള്ളൂ, ഇതിനവിടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അങ്ങനെ വരുന്നുണ്ട്. ഇന്നാഡിക്വേറ്റ് സെക്യൂരിറ്റി ടെക്നോളജി എന്ന് പറയുന്നത് കൺസെപ്റ്റാണത്. അതായത് ഈ അലേർട്ട് കൊടുക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ, പക്ഷേങ്കിൽ ഈ അലേർട്ടിനെ അഡ്രസ്സ് ചെയ്യാൻ, ഈ അലേർട്ടിനെ മാനേജ് ചെയ്യാൻ അവിടെ ഒരാൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് സെക്യൂരിറ്റി ത്രെഡ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.